ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार. പ്രിയമുള്ള കിസാൻ വാണി ശ്രോതാക്കളെ, നെടുങ്കണ്ടത്തിനടുത്ത് കോമ്പയാറ്റിൽ ഏലം, കുരുമുളക് കൃഷികളിൽ ശ്രദ്ധിക്കുന്ന കർഷകനായ CM പൗലോസ് ചാമക്കാലയുമായുള്ള അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. കാർഷിക രംഗത്ത് ഹൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോയവരുടെ ഒരു ചരിത്രമാണ്. ഏതാണ്ട് 6 പതിറ്റാണ്ടിന് മുമ്പ് ഇവിടേക്ക് കുടിയേറി ഇടുക്കി ജില്ലയിലെ കോമ്പയാർ മേഖലയിലേക്ക് കുടിയേറുകയും കാർഷിക പ്രവർത്തനങ്ങൾ നടത്തി നന്നായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു കുടുംബത്തിലെ ഒരംഗമാണ് നമ്മോടൊപ്പമുള്ള ശ്രീ CM പൗലോസ് ചാമക്കാലയിൽ. ഇന്ന് കാർഷിക പ്രവർത്തനങ്ങൾ തന്നെ നടത്തി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. നമസ്കാരം പൗലോസ് ചേട്ടാ. എത്ര ഏക്കർ സ്ഥലമുണ്ട്? എനിക്ക് 3 ഏക്കർ സ്ഥലം ഏലം, കുരുമുളക് കൃഷിയാണ്. ഇവിടെ വന്നൊരു കാലഘട്ടത്തിൽ, ചെറിയ പ്രായത്തിലാണല്ലോ ഇവിടെ വന്നത്, ആ കാലഘട്ടത്തെ ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? എന്തൊക്കെയായിരുന്നു കൃഷികളെന്നൊക്കെ? ഇവിടെ വന്ന അന്ന് ആനക്കാടാണ്. ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനൊക്കെ നടന്ന് മഴയത്ത് മുണ്ടിരുമ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെ പോകണം നടന്ന്. അവിടെ വന്നു. അന്ന് ആനയൊക്കെ ഉള്ള സമയം, ആനയും കാട്ടുപോതും എല്ലാം ഉള്ള സമയത്താണ്. അതിനിടയിലൊക്കെ വെച്ച് ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഭയങ്കര ഒത്തിരി കഷ്ടപ്പെട്ട്, അന്നും പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കുരുമുളക് കൃഷിയായിരുന്നു. കുരുമുളകും കാപ്പി, ആ കൃഷി വന്നു. അവരുടെ കാലശേഷം ഞങ്ങൾ ഇങ്ങനെ ഞാനും തുടർന്നുകൊണ്ടിരിക്കുന്ന കൃഷി ഇപ്പോൾ ഏലകൃഷിയാണ് പ്രധാനമായിട്ടും. ഏലവും കുരുമുളകും. കുരുമുളക് എന്ന് പറഞ്ഞാൽ രോഗം, കീടബാധയൊക്കെ വന്ന് ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഏലകൃഷിയിലേക്കാണ് പ്രധാനമായിട്ടും തിരിയുന്നത്. പ്രധാനമായും കുരുമുളകും കാപ്പിയായിരുന്നു കൃഷി. കുരുമുളകിന് ഈ ദ്രുതപാട്ടും അതുപോലെ രോഗബാധയായി മൊത്തം നശിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുരുമുളക് പുനർകൃഷിയൊക്കെ ചെയ്തുകൊണ്ട് വരണമെങ്കിൽ ഒരു 4-5 വർഷം വേണം ഇതിന് ആദായം എടുക്കണമെങ്കിൽ. അതും ഈ രോഗബാധയൊക്കെ ഉള്ളതുകൊണ്ട് അതും ബുദ്ധിമുട്ടില്ല. ഏലത്തിനാണെങ്കിൽ 2 വർഷം കൊണ്ട് നമുക്ക് ആദായം ആക്കിയെടുക്കാം. ഒരിടയ്ക്കൊക്കെ ആദായമായിരുന്നു ഇതിനെങ്കിലും ഇപ്പം വിലക്കുറവും ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് കൃഷിക്കാരെ. മരുന്നിനും വളത്തിനും എല്ലാം ഭയങ്കരമായിട്ട് വില വർദ്ധിച്ചു. കായുടെ വില താഴോട്ട് പോകുന്നു. ആകെ പ്രതിസന്ധിയില്ല. നേരത്തെയൊക്കെ കന്നുകാലി വളർത്തിയും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. നേരത്തെയൊക്കെ വിലക്കുറവൊക്കെ വരുമ്പോഴൊക്കെ. ഇന്ന് അതില്ല. മൊത്തം ഏലം കൃഷിയായി. ഇന്ന് കന്നുകാലി വളർത്തിയും ജീവിക്കാൻ പറ്റിയല്ലാത്ത ഇതാണ്. അപ്പം ആകെ പ്രതിസന്ധിയിലാണ് എല്ലാ ഏലം മേഖലയിലും തൊഴിലാളികളും കൃഷിക്കാരും എല്ലാവരും. എന്തായാലും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഏലം കൃഷിയിലേക്ക് ആളുകൾ തിരിഞ്ഞത്. കാരണം നമുക്കൊരു ഭാവി പ്രതീക്ഷയില്ലാതാവുന്നു കുരുമുളകിന്റെ കാര്യത്തിലല്ലേ. ഇനിയിപ്പോൾ നട്ടുപരിപാലിച്ച് ഒരു 4-ാം വർഷം അല്ലെങ്കിൽ 4-5 വർഷം നല്ല രീതിയിൽ ആദായം കിട്ടാനായിട്ട്. പക്ഷെ അത് എത്ര നാൾ കിട്ടും നമുക്ക് ഉറപ്പില്ല. അത് ചിലപ്പോൾ 1 വർഷം കൊണ്ട് ആദായം എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ വീണ്ടും നമ്മൾ ആലാദം കൊണ്ട് പിന്നെ 4-5 വർഷം വേണം. അതുകൊണ്ടാണ് ആ രംഗത്ത് നിന്ന് ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വംശനാശം വരുന്ന ഒരു രീതിയിലേക്കായി കുരുമുളക് കൃഷി. ഏലം കൃഷിയിലേക്ക് ഇപ്പൊ താങ്കൾ കിടന്നിട്ട് 10-15 വർഷമേ ആയിട്ടുള്ളൂ. ഏത് ഇനത്തിലുള്ള ഏലമാണ് കൃഷി ചെയ്തത്? ഇപ്പൊ ഏലം കൃഷിയെ കുറിച്ചൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്തോ? അതാണ്ടൊക്കെ നമുക്ക് നല്ല അറിയാം. അപ്പം നള്ളാനി ഇനത്തിൽപ്പെട്ട ഏലമാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ആദായം പിന്നെ രോഗബാധ കൂടുതലാണ് ഈ ഇനത്തിന്. ഉൽപാദനം കൂടുതലുണ്ട്, രോഗബാധ കൂടുതലാണ്. നന്നായി പരിചരിക്കണമെങ്കിൽ അതുപോലെ
ചിലവാണ്. ആ ചിലവ് അനുസരിച്ചുള്ള ഇത് നമുക്ക് കിട്ടുന്നില്ല. 1 കിലോ ഏലക്കായ്ക്ക് ഒരു 1500 രൂപയെങ്കിലും കിട്ടിയെങ്കിലേ നമുക്ക് മുതലായി ഈ നഷ്ടമില്ലാതെ ഈ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം കിട്ടുന്ന 1000 രൂപയ്ക്ക് താഴെയാണ് 800, 700, 900 ഒക്കെ. അതിനകത്ത് കച്ചവടക്കാരുടെയും ഈ വൻകിടക്കാരുടെയും ഒക്കെ ഒത്തിരി കളിയുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു ഇടപെടലുകളും ഉണ്ടാകുന്നുമില്ല ഇതിനൊക്കെ. ഒരു കൃഷിക്കാരെന്നുണ്ടെങ്കിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകും. സ്വൈസ് ബോർഡിൻ്റെ കാര്യം ഒന്നും ഇതിൻ്റെ എന്തെങ്കിലും ഒരു നിയന്ത്രണം, വില ഉണ്ടാകുന്ന അങ്ങനെ ഒരു ഇതുമില്ല, നിയന്ത്രണമൊന്നും ഇല്ലാതെ ഇതിങ്ങനെ കുറെ ലോബികൾ കളിച്ച് അവരുടെ കൈകളിലാണ് ഇത്. ഏലം കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ കർഷകരും ഞള്ളാനി പോലെയുള്ള ഇനങ്ങളാണോ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയ ഇനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? പുതിയ ഇനങ്ങളൊക്കെ വരുന്നില്ല. ഏറ്റവും കൂടുതൽ ഞള്ളാനി ഇനമാണ്, അതാണ് മൊത്തം കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വെച്ച് നിൽക്കുന്ന ഞള്ളാനി ഇനമാണ്. ഇതിന്റെ ഒരു പരിപാലന മുറയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ്. നമുക്കിപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ വലിയ ചെലവേറിയ ഒന്നാണ് ഈ ഏലം കൃഷി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വളപ്രയോഗം, കീടനാശിനി പ്രയോഗം എന്തായാലും മാസത്തിലൊരിക്കൽ വേണമായിരിക്കും. 25 ദിവസം കൂടുമ്പോൾ വേണം. ഇപ്പം കീടങ്ങൾ പെട്ടെന്ന് 20-25 ദിവസം കൂടുമ്പോൾ ഇപ്പം മരുന്നടിക്കണം. അതുപോലെ വളങ്ങൾ അതുപോലെ നോക്കി നമ്മൾ കൃത്യമായ പരിചരണം ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം മരുന്നടിക്കാതിരുന്നാൽ മതി, കൃഷി മൊത്തം നശിച്ചു പോകും. തണ്ടുതൊരപ്പിനും അതുപോലുള്ള കീടങ്ങൾ കയറി നശിച്ചു പോകും. ഒറ്റ പ്രാവശ്യത്തെ അപ്പം ഇത് പരിപാലിച്ചുകൊണ്ട് ഒരു വില കിട്ടിയില്ലെങ്കിൽ ഇതിന് പരിപാലനത്തിന്റെ ഒരു കുറവും വരുത്താൻ പറ്റത്തില്ല. അതുപോലെ ഇന്നും പണം മുടക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പരിപാലന കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. പക്ഷെ ഈ പറഞ്ഞ പോലെ കുരുമുളകിന്റെ കാര്യം പറഞ്ഞതുപോലെയല്ല, നമുക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് എന്തായാലും അല്ലേ? എപ്പോഴേലും വരും, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രതീക്ഷയാണല്ലോ കൃഷിക്കാരന്റെ അല്ലേ ഇത്. എന്ത് വന്നാലും ഞങ്ങൾ മുടക്കു മുതൽ കിട്ടുന്നില്ലേ പോലും കൃഷിക്കാരൻ ഇത് കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് ഏതെങ്കിലും ഒരു വർഷം എന്തെങ്കിലും ഒരു ആദായം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഏലം എത്ര വിളവെടുപ്പ് പറ്റും ഒരു വർഷം? ഒരു വർഷം 4-5 പ്രാവശ്യം എടുക്കാം ഒരു വർഷത്തിൽ. ഇപ്പോൾ അങ്ങയുടെ ഈ 3 ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായിട്ട് ഏലം കൃഷിയായോ? മൊത്തം 3 ഏക്കർ ഏലം കൃഷിയാണ്. ഇടവിളയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇടവിളയായിട്ട് മരത്തേലൊക്കെ കുരുമുളക് വളർത്തുന്നുണ്ട്, ഇടവിള കൃഷിയായിട്ട്. അപ്പോൾ ഈ 3 ഏക്കർ സ്ഥലത്തെ ഏലം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? തൊഴിലാളികളെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. തൊഴിലാളികൾ അതാ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം കായെടുക്കുന്ന ആ സമയത്ത് കൃത്യസമയത്ത് കായെടുത്തില്ലെങ്കിൽ പഴുത്ത് നശിച്ചു പോകും. കൃത്യസമയത്ത് തൊഴിലാളികളുടെ ക്ഷാമമുണ്ട്, തൊഴിലാളികളുടെ കൂലിയുടെ ഇതുണ്ട്. എല്ലാം ഇതാ നമ്മൾ എടുക്കുന്ന ആദായത്തിന്റെ ഒരു 4-1 3 കൂലി ചെലവായിട്ട് അങ്ങ് പോകും. ഇതിന് കായെടുക്കുന്നതിനാണെങ്കിലും മറ്റ് ചെലവുകളും ഇതൊക്കെ ആയിട്ട്. വളപ്രയോഗത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? വളം വില കൊടുത്ത് വാങ്ങിക്കണോ? വളം 100% വില കൊടുത്ത് മേടിക്കുക. രാസവളങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് പറ്റത്തില്ല, കൃഷി ഇത് എടുക്കുന്നില്ല. രാസവളങ്ങളും ജൈവവളങ്ങളും എല്ലാം ഒരുപോലെ കൊടുക്കണം. കൃത്യമായ വളവും പരിചരണവും ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ആദായം എടുക്കാൻ പോകും. അല്ലെങ്കിൽ നശിച്ചുപോയി കൃഷി. കാലിവളത്തിലൊന്നുമില്ല. കാലിവളത്തിൽ ഇപ്പോൾ ഇല്ല. ഉണ്ടായിരുന്ന തൊഴുത്തൊക്കെ മുതലാകിയല്ല. അതുകൊണ്ട് അതിന്റെ പുറകെ പോകാനുള്ള പണി സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ കൃഷിയൊക്കെ ഉപേക്ഷിച്ച് ഏലം കൃഷിയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പൊതുവെ ഈ പ്രദേശത്തെ കർഷകരെല്ലാവരും തന്നെ വളരെ കുറച്ച് മാത്രം ഭൂമിയുള്ളവരാണോ? വൻകിട കർഷകരുണ്ടോ? വൻകിട കർഷക തോട്ടം മേഖലയിലുണ്ട്. ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കറൊക്കെ അങ്ങനെയുള്ള കൃഷിക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പുറത്തോട്ട് വരുന്ന തോട്ടം മേഖലയിൽ വൻകിടക്കാരുണ്ട്. വൻകിട തോട്ടങ്ങളും ഉണ്ട് ഈ പ്രദേശത്തല്ലേ? ഇപ്പോൾ പാമ്പാട് പാറ ഉൾപ്പെടുന്ന ഈ മേഖലയിലൊക്കെ ധാരാളം വൻകിട തോട്ടങ്ങളുമുണ്ട്. അപ്പോൾ കാർഷിക രംഗത്ത് ഈ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കർഷകർ മുന്നോട്ട് പോകുന്നത് ഏലം കൃഷിയിലാണ് അല്ലേ? മറ്റു മാർഗ്ഗമില്ലാത്ത, മറ്റു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ, ഇതുകൊണ്ട് പോകും. അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക്? അതുകൊണ്ട് ഇത് ചെയ്യുന്നു. വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഈ കൃഷി ചെയ്ത് ഇങ്ങനെ പോകും. ഏലത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമാണോ ഇപ്പൊ നിലവിലുള്ളത്? പക്ഷെ ഇപ്പൊ കാലാവസ്ഥ വന്ന മാറ്റം, ഇപ്പം കാലാവസ്ഥ മാറ്റി. അതാണ് ഇപ്പൊ ഇത് ജൂൺ മാസമാണ്. ഇപ്പം നല്ല മഴ സമയത്ത് ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ നല്ല മഴയും. ഇപ്പോഴാണ് ഏലത്തിന് പൂ വിരിയുന്നതും കാ പിടിക്കുന്നതും ഒക്കെ. പക്ഷെ ഇപ്പം മഴയില്ല, കാ പിടിക്കുന്നില്ല. ഇപ്പം അടുത്ത 2 എടുപ്പിനുള്ള കായുടെ പൂവും ഇത് നശിച്ചുപോയി. ആ 2 എടുപ്പ്, ആദ്യത്തെ 2 വിളവെടുപ്പ് പോയി. ഇപ്പൊ ഈ കാലാവസ്ഥയിലെ ഇതുകൊണ്ട് ഇതെല്ലാം പ്രതിരോധിക്കേണ്ടതാണ്. ഇതെല്ലാം പ്രതിരോധിച്ച് വേണം നമ്മൾ കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ വളത്തിന് കാര്യമായിട്ട് പൈസ മുടക്കേണ്ടി വരുന്നു, കീടനാശിനിക്ക് പൈസ മുടക്കേണ്ടി വരുന്നു. ഇപ്പം താങ്കളുടെ എല്ലാം കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഉൽപ്പന്നത്തിന് നല്ല വില കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടല്ലേ? 2-3 വർഷത്തിന് മുമ്പ് വില ഉണ്ടായിരുന്ന അന്ന് ഉൽപ്പാദനം ഒത്തിരി കുറഞ്ഞു. ഇതുപോലെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വന്ന ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ട് ഒരു 2 വർഷത്തേക്ക് വില ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉൽപ്പാദനം ഇല്ലായിരുന്നു. അതുകൊണ്ടൊന്നും വിലയാണ്. ഉൽപ്പാദനം ഉള്ളപ്പം വിലയില്ല. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഈ വർഷമൊക്കെ വില 1000 രൂപ താഴെയായി, 800 രൂപ 900 രൂപ വില. അതുകൊണ്ട് ഒരു കാരണവശാലും മുതലാകത്തില്ല കൃഷിക്കാർ. വിളവെടുപ്പൊക്കെ പ്രാദേശികമായിട്ട് തൊഴിലാളികൾ നമുക്ക് കിട്ടുന്നുണ്ടോ? അത്യാവശ്യം വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അടുത്ത് കിട്ടുന്ന ആൾക്കാരൊക്കെ പല സ്ഥലത്ത് ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് അവസാനം ആകുമ്പോഴത്തേനും കുറെ കായൊക്കെ പഴുത്ത് നശിച്ചു പോകും. കിട്ടാനില്ലാത്ത തൊഴിലാളികൾ ഒന്നുമില്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വണ്ടിക്കാണ്, അതിനും കൂലി കൂടുതലാകും. തൊഴിലാളികളെ വണ്ടിക്ക് വണ്ടിക്ക് കൊണ്ടുവന്ന് ഇറക്കി വരുന്നവരുണ്ട്. നമ്മളിപ്പോൾ അടുത്തുള്ളവരെയൊക്കെ വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇറക്കിയൊക്കെ ചെയ്യും. ജലസേചന സൗകര്യം നമ്മുടെ കൃഷിയിടത്തിൽ വേണം. ജലസേചനം വേണം, അല്ലെങ്കിൽ നശിച്ചു പോകും. അതിനാ പ്രധാന കുളം വേണം. വേനൽക്കാലത്ത് കൃത്യമായിട്ട് നനച്ചിരിക്കും, അല്ലെങ്കിൽ ചെടി ഉണങ്ങി പോകും. അതിനൊക്കെയാണ് നല്ല ചിലവുള്ളത്. അപ്പോൾ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങേക്ക്
എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളത്? കുളമുണ്ട്, പിന്നെ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്, രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയിടം എങ്ങനെയാണോ? നിരന്ന കൃഷിയിടമാണോ അല്ലെങ്കിൽ ചെരിഞ്ഞാണോ? ചെറിയ ചെരുവുള്ള സ്ഥലമാണ്. ഇവിടെ പൊതുവെ എങ്ങനെയാണ്? ഒരു വർഷം മഴയുടെ മാസങ്ങൾ കുറവാണ്, മഴയുടെ ദിവസങ്ങൾ കുറവാണ്. മഴ ഇപ്പം നേരത്തെ പോലെ കാലാവസ്ഥ നേരത്തെ ജൂൺ 1 തീയതി കൃത്യമായിട്ട് മൺസൂൺ തുടങ്ങുമായിരുന്നു. ഇന്ന് ജൂൺ ജൂലൈയും കഴിഞ്ഞിട്ടൊക്കെ മൺസൂണിന് മഴ കിട്ടത്തുള്ളൂ. ആദ്യത്തെ 1-2 മാസത്തേക്ക് മഴ കിട്ടുന്നില്ല. ആ സമയത്താണ് പൂ വിരിഞ്ഞ കായ ഉണ്ടാകുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ആദ്യത്തെ അത് കിട്ടുന്നില്ല. ആ കാലാവസ്ഥ മാറ്റം വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പൊതുവെ ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കർഷകരും ഇറങ്ങി ഏർപ്പെടേണ്ടി വരും, ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ തൊഴിലാളികളും ഒരുമിച്ച് അത്യധ്വാനം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായിട്ട് തന്നെ വിറ്റഴിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? വിസ്തരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പൈസ് ബോർഡിലെ ഓപ്ഷനിലാണ് വെക്കുന്നത്. അത് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റും അതിനവിടെ കിട്ടാനില്ല. പിന്നെ പ്രാദേശികമായിട്ട് ആൾക്കാർ എടുക്കുന്ന കച്ചവടക്കാരുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിറ്റഴിക്കാൻ. നമുക്ക് ഈ സാധനങ്ങൾ ഓരോ അതിന്റെ ക്വാളിറ്റിയിൽ ഓരോ പ്രശ്നങ്ങള്, വിലയില്ലാത്തത് ഒക്കെ ഓരോ സ്ഥലത്ത് കൊണ്ടുചെല്ലുമ്പോഴായി വില നമുക്ക് പൈസ കിട്ടാനേ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം എത്ര സമയം കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കുന്നുണ്ട്? ഒരു ദിവസം പകല് മൊത്തം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾക്ക് പണിയാണ്. മാറാൻ പറ്റത്തില്ല. 12 മണിക്കൂറും ഇതിന്റെ പുറകെയാണ് നമുക്ക്. പിന്നെ പണിക്കാർ ബാക്കിയുള്ളത് പണിക്കാരെ വെച്ച് കൂലിക്കാരെ വെച്ച് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. വളമൊക്കെ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. വളവും എല്ലാം വില കൊടുത്ത് മേടിക്കുക. അപ്പോൾ ഏലമാണ് പ്രധാനപ്പെട്ട വിള. 2ാം സ്ഥാനം എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് കുരുമുളകുള്ളത്, അല്ലേ? പിന്നെ മറ്റെന്തെങ്കിലും വിളകളുണ്ടോ ഇപ്പോൾ നിലവിൽ? ഇപ്പം നിലവിൽ വേറെ മറ്റു വിളകളൊന്നുമില്ല. വീട്ടിലാരൊക്കെ ഉണ്ടെന്നോ? വീട്ടിൽ ഭാര്യയും 3 മക്കളും. 3 മക്കളെ വിവാഹം കഴിച്ചതാണ്. അവരൊക്കെ എവിടെയാണ് വിവാഹം കഴിച്ചു വിട്ടെ? ഒരാളെ അങ്കമാലി, ഒരാൾ നേഴ്സാണ്, ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. 2ാമത്തെ ആള് അധ്യാപിക. പിന്നെ ഇളയാള് എറണാകുളത്ത് ജോലി ചെയ്യുന്നു, ബിടെക് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ്. മക്കളെല്ലാം കരപറ്റിച്ചു. വീട്ടിലിപ്പോൾ ഭാര്യയും ഞാനും. ഭാര്യയുടെ പേരെന്താ? ഗ്രേസ് കുട്ടി. എന്തായാലും കാർഷിക രംഗത്ത് 6 പതിറ്റാണ്ട് മുമ്പ് ഇവിടേക്ക് കടന്നു വന്നു. ബാലനായിരിക്കും ഇവിടേക്ക് എത്തി. പിന്നീട് കാർഷിക പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ശ്രദ്ധിക്കേണ്ടി വന്നു. ഏലം കൃഷിയിലാണ് ഇപ്പോൾ പൂർണ്ണ തോതിൽ ശ്രദ്ധിക്കുന്നത്. പ്രതിസന്ധികൾ ഏറെ ഉണ്ടെന്നാണ് പൗലോസേട്ടൻ പറയുന്നത്. അതിനെ അതിജീവിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ കാർഷിക പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചതിന് നന്ദി. നെടുങ്കണ്ടത്തിനടുത്ത് കോമ്പയാറ്റിലെ കർഷകനായ CM പൗലോസ് ചാമക്കാലായുമായി ഇതുവരെ സംസാരിച്ചത് ആന്റണി മുനിയറ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിயின் കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ഈ പരിപാടിയിൽ വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ തയ്യാറാക്കിയ ലേഖനം കേൾക്കാം. ചെറുമണി ധാന്യങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. മനുഷ്യന്റെ ആദ്യകാല ഭക്ഷണങ്ങളിൽ പ്രധാനമായിരുന്നു ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. ആഗോള ജനസംഖ്യയുടെ 1/3 വിഭാഗം ഇന്നും ഇവയെ മുഖ്യ ആഹാരമായി കരുതുന്നു. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ജനങ്ങൾ ഇന്നും കൂടുതലായി ഇവയെ ആശ്രയിക്കുന്നു. വരൾച്ചയിലും ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിലും ഇവ സമൃദ്ധമായി വളരുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത. ചെറിയ മധുരവും പരിപ്പുകളുടെ രുചിയുമുള്ള ഒരു വിശിഷ്ട വിഭവമായി ഇവയെ കണക്കാക്കാം. അരിയെ അപേക്ഷിച്ച് ഇവയിൽ കൂടിയ തോതിൽ ധാതുലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാതുലവണങ്ങളിൽ മഗ്നീഷ്യം, മാംഗനീഷ്, ഫോസ്ഫറസ് എന്നിവയുടെ തോത് ഗണ്യമായി കൂടുതലാണ്. മഗ്നീഷ്യം ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുമ്പോൾ ഫോസ്ഫറസ് കോശങ്ങളുടെ വളർച്ചയ്ക്കും ഊർജം പ്രദാനം ചെയ്യലിനും പ്രധാന പങ്കുവഹിക്കുന്നു. കൂടാതെ ഇവയിലടങ്ങിയ ഫൈറ്റോ കെമിക്കലുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ തടയാനും വരെ കാരണമാകുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഗ്ലൂട്ടൻ അലർജിയുള്ളവർ ധാരാളമുണ്ട്. ഇവർക്ക് ചെറുമണി ധാന്യങ്ങൾ ഗുണപ്രദമാകുന്നു. കാരണം ഈ ധാന്യങ്ങൾ ഗ്ലൂട്ടൻ രഹിതമാണ്. പോഷകമൂല്യവും ഔഷധമേന്മയും കൂടിയതാണെങ്കിലും ഈ ചെറുധാന്യങ്ങളുടെ ഉപയോഗം ഇന്ന് നന്നേ കുറവാണ്. ഇവയിൽ നിന്നും സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണിത്. ചെറുധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന പരമ്പരാഗത വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. കൂടാതെ ഇന്നത്തെ രുചിക്കനുസൃതമായ ബേക്കറി ഉൽപ്പന്നങ്ങളും ഇൻസ്റ്റന്റ് പ്രാതൽ വിഭവങ്ങളും മറ്റും നിർമ്മിച്ച് പ്രചരിപ്പിച്ചാലേ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണരീതിയിൽ സ്ഥാനം പിടിക്കുകയുള്ളൂ. ചെറുധാന്യങ്ങൾ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന മാവുകൊണ്ട് നമ്മുടെ രുചിക്ക് സ്വീകാര്യമായ ഇഡലി, ദോശ, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട്, ഉപ്പുമാവ്, അട, പണിയാരം, വടക്കേ ഇന്ത്യയിലെ പലഹാരമായ കാക്ര എന്നിവയെല്ലാം വീണ്ടും പ്രചാരത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മധുര പലഹാരങ്ങളിൽ ഹൽവ, കൊഴുക്കട്ട, അതിരസം, പായസം, ലഡു എന്നിവ വീണ്ടും ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. മധുരപ്രിയരല്ലാത്തവർക്ക് വട, പക്കോട,
ഓമപ്പൊടി, മുറുക്ക്, തട്ട, എരിവുള്ള കൊഴുക്കട്ട, തമിഴ്നാട്ടിലെ വടകം എന്നിവയും ഉണ്ടാക്കാം. ബേക്കറി ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ന് പ്രിയമേറെ. ഏതു ചടങ്ങിനും ഇവ ആവശ്യമായ വിഭവങ്ങളായി മാറിയിരിക്കുന്നു. തിരക്കുള്ള വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ്, ബണ്ണ് എന്നിവയെ ആശ്രയിക്കുന്നുണ്ട്. മൈദയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവയുടെ അനുപാതം കുറച്ചിട്ട് ചെറുധാന്യപ്പൊടികൾ പകരം ചേർത്ത് സ്വീകാര്യമായ ബ്രെഡ്, ബണ്ണ്, കേക്ക്, കുക്കീസ്, സൂപ്പ് സ്റ്റിക്ക്, എന്തിന് പിസ്സ ബേസ്, ഖാരി വരെ വിവിധ ഫുഡ് സയൻസ് ലാബുകളിൽ നിർമ്മിച്ചിരിക്കുന്നു. റാഗി ബിസ്ക്കറ്റ് വിവിധ കമ്പനികൾ കമ്പോളത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടുതൽ പ്രിയമുള്ള വിഭവങ്ങളാണ് നൂഡിൽസ്, മാക്രോണി, പാസ്ത എന്നിവ. രുചിയേറിയതും ചിലവ് കുറഞ്ഞതും ഉണ്ടാക്കാൻ എളുപ്പവുമുള്ള വിഭവങ്ങളാണിവ. ഈ ഉൽപ്പന്നങ്ങളുടെ പോഷണ നിലവാരം മെച്ചപ്പെടുത്താനും രുചി കൂട്ടാനുമായി ഇവയുടെ കൂടെ മുട്ട, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ചേർക്കപ്പെടുന്നു. എന്നാൽ ഇവയുടെ ഗുണമേന്മ ഒന്നുകൂടി കൂട്ടാൻ ചെറുധാന്യ മിശ്രണങ്ങൾ 30% വരെ ചേർത്ത വെർമിസെല്ലി, നൂഡിൽസ്, മാക്രോണി പോലത്തെ ഉൽപ്പന്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കമ്പോളത്തിൽ കണ്ടു തുടങ്ങിയിട്ടില്ലെന്ന് മാത്രം. അതുപോലെ തന്നെ പോപ്കോൺ, കോൺഫ്ലേക്സ് പോലത്തെ വിഭവങ്ങൾ ചെറുമണി ധാന്യങ്ങൾ കൊണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. വലുപ്പം കുറവായതും വെള്ളം ആഗിരണം ചെയ്യാൻ കഴിവുള്ളതും ഇവയുടെ നിർമ്മാണത്തിലേക്ക് സഹായകമാകുന്നു. ഇവയുടെ നിർമ്മാണത്തിന് വിലയേറിയ പോപ്പിംഗ് മെഷീൻ, ഫ്ലേക്കിംഗ് മെഷീൻ തുടങ്ങിയവ വേണ്ടിവരുന്നു. പോപ്പ് ചെയ്ത് ഫ്ലേക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപ്പുമാവ്, ബേൽപൂരി തുടങ്ങിയ വിഭവങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഇന്നത്തെ തിരക്കുപിടിച്ച കാലത്ത് എല്ലാവർക്കും എത്രയും വേഗം തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളോടാണ് പ്രിയം. എന്നാൽ അവ വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ നിർമ്മിച്ചതും രുചിയുള്ളതും താങ്ങാവുന്ന വിലയ്ക്കും ലഭ്യമാകണം താനും. പുട്ട് മിക്സ്, ഇടിയപ്പം മിക്സ് എന്നിവ ഈ ഗണത്തിൽ പെടുന്നവയാണ്. റാഗിയും തിനയും മറ്റും ചേർന്ന കൂട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചെറുമണി ധാന്യങ്ങളെ കുതിർത്ത് ആവശ്യമെങ്കിൽ പുളിപ്പിച്ച് മില്ല് ചെയ്തിട്ടാണ് അവയിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന മാവിനെ എക്സ്ട്രൂഡർ ഉപയോഗിച്ചോ ഓവൻ ഉപയോഗിച്ചോ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തി മൾട്ടിഗ്രെയിൻ മിക്സുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇവ കുറുക്കി ഉപയോഗിക്കുന്ന ഭക്ഷണരീതി പ്രായമായവർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ പ്രാതൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ജലക്ഷാമത്തെയും വരൾച്ചയെയും അതിജീവിക്കാൻ കഴിവുള്ള ഈ പോഷകസമൃദ്ധമായ വിളയെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്കായി മുതലാക്കേണ്ടതുണ്ട്. കൂടാതെ ചെറുധാന്യങ്ങൾ കേടാകാതെ ഇരിക്കുന്ന കാലം മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലുമാണ്. അവയിലുള്ള പോളിഫിനോളുകളാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇവയെ പ്രചരിപ്പിക്കേണ്ടത് കാർഷിക സംസ്കാരത്തിൽപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ തയ്യാറാക്കിയ ലേഖനമാണ് ശ്രോതാക്കൾ കേട്ടത്. നിങ്ങൾ കേട്ടത് 2023 ചെറുധാന്യങ്ങളുടെ അന്താരാഷ്ട്ര വർഷം. श्री अन्न की खेती खुशियां है देती। माननीय प्रधानमंत्री जी की दूरदर्शी सोच का ही परिणाम है कि दुनिया में श्री अन्न की मांग बढ़ने लगी है, जिसका सीधा लाभ श्री अन्न उत्पादक किसानों को मिल रहा है। भारत में मिलेट्स के अनेक प्रकार हैं, अनेक नाम है। उसके प्रोत्साहन के लिए भी अनेकविध योजनाएं बनाई गई हैं। इसलिए अब इस सुपर फूड को दी गई प्राथमिकता से देश के छोटे किसानों, हमारे आदिवासी भाई बहन जो किसानी करते हैं, उनको आर्थिक संबल मिलेगा और देशवासियों को एक स्वस्थ जीवन मिलेगा। माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में सरकार द्वारा किए गए प्रयासों का परिणाम है कि आज देश के किसान श्री अन्न की खेती के लिए न सिर्फ प्रोत्साहित हुए हैं, बल्कि उन्होंने सफलता की नई कहानियां रचनी भी शुरू कर दी हैं। कर्नाटक राज्य के मैसूर जिले के गोपालपुरा गांव के सिद्धगौड़ा एक ऐसे प्रगतिशील श्री अन्न किसान हैं, जिन्होंने अपनी लगन और मेहनत से अपनी एक अलग पहचान बनाई है। आज सिद्धगौड़ा गोपालपुरा गांव के तमाम किसानों के लिए एक आदर्श हैं। सिद्धगौड़ा ने इंटीग्रेटेड फार्मिंग सिस्टम को अपनाकर वर्ष 2020-21 में अपनी आय दोगुनी की है। पहले आप श्री अन्न बिखेर कर खेती करते थे तो 14,000 रुपए प्रति एकड़ की कमाई करते थे, लेकिन क्यारी की तरह लाइन लाइन से रागी की फसल को उगाकर आपने 28,000 रुपए प्रति एकड़ का लाभ प्राप्त किया है। लाइन में रागी की बुआई करने के कारण सिद्धगौड़ा ने प्रति हेक्टेयर 9 क्विंटल रागी और अंतर फसल के तौर पर 4 क्विंटल दाल की फसल पैदा की। कृषि विभाग के अधिकारियों द्वारा गांव में की गई चर्चा के दौरान आपने रागी की लाइन बुआई और इंटीग्रेटेड फार्मिंग के बारे में जाना।
लाइन में बुआई बेहतर अंकुरण सुनिश्चित करती है और इसमें बीज की आवश्यकता भी कम होती है। साथ ही इसमें खरपतवार का बेहतर प्रबंधन संभव है, जिससे उत्पादकता और कमाई में वृद्धि होती है। 6 एकड़ में हम रागी उगाते हैं। पहले बिखेर कर उगाते थे, लेकिन वो सही उपज नहीं दिया। बाद में हमने कृषि अधिकारी से मदद ली, गाय का गोबर डाला, इससे हमें अच्छी फसल मिली, जिससे बेच के हमें बहुत लाभ मिला। पहले 6 क्विंटल रागी मिलता था, अभी 15 से 20 क्विंटल रागी मिलता है। 10 क्विंटल दाल, ये सब भी हमने उगाया। सिद्धगोड़ा की तरह ही कर्नाटक राज्य के तुमकुर जिले के हेमदोर गांव के एक लाभार्थी किसान हैं एच.के. रघु। एच.के. रघु अपने खेतों में तो सावा की खेती करते ही हैं, साथ ही जमीनों को लीज पर लेकर रागी भी उगाते हैं। एच.के. रघु ने अपनी प्राइमरी प्रोसेसिंग मशीनें भी लगाई हैं। रघु के यहाँ किसान अपने श्री अन्न की प्रोसेसिंग भी कराने आते हैं। रघु श्री अन्न की प्रोसेसिंग के बाद उन्हें पैक करते हैं, जिन्हें लोग उनसे खरीदने आते हैं। साथ ही वो पैक्ड श्री अन्न की मार्केटिंग शहरों में भी करते हैं। जो भी मैं ग्रो कर रहा हूँ उसे अपना ही मिल में तैयार करता हूँ और बेचता हूँ। अगर मैं सिर्फ रॉ मटेरियल बेचूंगा तो मेरा लाभ कम होगा। हम तैयार किया हुआ सावा को बेचेंगे तो लाभ ज्यादा है, 25% एक्स्ट्रा मिलता है लाभ। एच.के. रघु आसपास के किसानों को श्री अन्न की खेती के लिए प्रेरित भी करते हैं। तुमकुर जिले के भूपसेंद्रा गांव के किसान कृष्णप्पा टी ज्वार और कोडो की खेती करते हैं। कृषि अधिकारियों से श्री अन्न की खेती के वैज्ञानिक तरीके सीखने के बाद कृष्णप्पा टी अपने बेटे के साथ ब्रॉडकास्टिंग की जगह स्पेसिंग तकनीक से कोडो की लोकल वैरायटी उगाते हैं। 1 एकड़ से 6 क्विंटल तक कोडो की खेती करके आप 60,000 रुपए कमाते हैं और अपने परिवार को बेहतर स्वास्थ्य और खुशियां देते हैं। मैं कृष्णप्पा का बेटा हूँ। पिछले बार 2 एकड़ में हमने कोडो ग्रो किया, 16 क्विंटल मिला। 8 क्विंटल हमने यूज़ किया और 8 सेल किया। 60,000 का प्रॉफिट हमें मिला। वो पैसा हमने खेती में डाला। इस साल फिर हमने कोडो किया है। कृषि अधिकारी से हमें अच्छी सलाह मिली, कौन सा गोबर डालना है करके उन्होंने बताया। कोडो के बीच में हमने तुअर दाल डाली, जिससे हमें और लाभ मिल गया, इसलिए हमने अंतर फसल के तौर पर तुअर दाल को डाला। श्री अन्न की खेती के पारंपरिक तरीकों की जगह वैज्ञानिक तरीके अपनाने से देश भर में किसानों के चेहरों पर खुशहाली आ रही है। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.